ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ബിരിയാണി വയ്ക്കുകയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ചിക്കനോട് അത്ര താല്പര്യമില്ല ആർക്കും, അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് ആകുമ്പോൾ തൃപ്തിയോട് കൂടി കഴിക്കാം. അതിനുള്ള അരി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. അരി വെള്ളത്തിലിട്ട് വെച്ചു. ഇനി അത് കുക്കറിലേക്ക് അരി എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഉപ്പ്, സവാള, പിന്നെന്താ നെയ്യ്, ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞു. പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇരട്ടി വെള്ളവും വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ച് വയ്ക്കാം. അങ്ങനെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നൊന്നുമില്ല, കുറേ ദിവസമായി അരി കൊടന്ന് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ബിരിയാണിയോട് താല്പര്യമില്ല, എന്നാലും കുഴപ്പമില്ല. ചോറാണ് എനിക്കിഷ്ടം, ചോറും മീൻ കറിയും. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്? ചോറും മീൻ കറിയും കഴിഞ്ഞുള്ളൂ. വേറുള്ളൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ ഫ്രൈയും ചോറ്, ഒരു മീൻ്റെ കറിയും. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അങ്ങനെ നമ്മൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ ചോറായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ മസാലക്കൂട്ടുകൾ, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളിത് ഒരുപാട് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ഒരു വീഡിയോയിലേക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞാൻ മസാല തയ്യാറാക്കുകയാണ്. മസാല തയ്യാറാക്കുന്നതിലേക്ക് സവാള, അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഗ്രാമ്പു, പട്ട, ഏലക്കായ അതെല്ലാം പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പുതിനയും മല്ലിയിലയും കൂടെ ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. ഇനി മസാല തയ്യാറാക്കുകയാണ്. പിന്നെ കോഴിമുട്ട ഞാൻ പുഴുങ്ങിയിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. ഇനി മസാല ഒന്ന് റെഡിയായി വരട്ടെ. അതിൽ ഞാൻ പിന്നെ അരച്ചെടുക്കുമ്പോൾ നമ്മളെ കാഷ്യൂ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു. അത് ഈ തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ തക്കാളി സവാളുടെ കൂടെ തന്നെ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇനി അല്പം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മസാലക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അല്പം തൈര് ഒഴിച്ചു. ഇനി നമ്മൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ദമ്മിടാനായിട്ട് നമ്മളെ ചോറായി ഉണ്ട്. അപ്പോൾ അത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓക്കേ, ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.